ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് ഒരിക്കൽ ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കി നോക്കാം കേട്ടോ. മസാല ബ്രെഡ്. അപ്പോൾ വീഡിയോയിലേക്ക് പോണതിന് മുമ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡ് ഒരു പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ ആ നേരമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ടിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മളിത് ചെയ്യുമ്പോൾ ഇതിലേക്ക് ഓയിലോ എണ്ണയോ ഒന്നും ഒഴിച്ചു കൊടുക്കണില്ല. നമ്മൾ ഇതിൽ മസാല റെഡിയാക്കുമ്പോൾ ഇതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിലും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യാത്തത്. നമ്മളിത് ഫ്രൈ പാനിലിട്ടിട്ടൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. പിന്നെ അതൊന്ന് ടോസ്റ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 3 കോഴിമുട്ട ഒഴിച്ചിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മൾ ചിക്കി പൊരിച്ചെടുക്കൂലേ കോഴിമുട്ട, അങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇപ്പോൾ ഈ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു പാനിലേക്ക് തന്നെ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ആ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ആ സവാളയും പൊടികളും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്കൊരു 3 സ്പൂണ് ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചെടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മുട്ടയുടെ മിക്സ് ഇല്ലേ, അത് ഇതിലേക്കൊന്ന് ഇട്ടിട്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്നുകൂടി മിക്സാക്കി എടുക്കുകയാണ്. ഇപ്പോൾ ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ആ മുട്ടയും ആ ഒരു മസാലയൊക്കെ കൂടി നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസും കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുകയാണ്. ആ ബ്രെഡിൽ ആ മസാലയൊക്കെ പിടിക്കുന്ന രീതിക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ആ മസാലയൊക്കെ ബ്രെഡിൽ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും.